മൂടി വയ്ക്കപ്പെടുന്ന ചരിത്ര സത്യങ്ങൾ. അലിയാര് തങ്ങളുടെ ഖബർ എവിടെയാണ്? ഇസ്ലാമിലെ 4ാം ഖലീഫയും ലോകം ആദരിച്ച മുഹമ്മദ് നബിയുടെ മരുമകനുമായ അലിയാര് തങ്ങളുടെ മരണശേഷം എവിടെയാണ് ഖബർ അടക്കിയത് എന്ന് ഇന്നും ആർക്കും അറിയില്ല. കാരണം അലി ന്റെ ഭരണം ഭാഗികമായി തട്ടിയെടുക്കുകയും ഇസ്ലാമിൽ ഭിന്നിപ്പ് ഉണ്ടാകുകയും ജനങ്ങളെ ഉപദ്രവിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന മുആവിയയും കൂട്ടാളികളും മഹാനായ അലിയാര് തങ്ങളെ ചതിച്ചു വധിച്ചു കഴിഞ്ഞപ്പോൾ എവിടെ മറവാടിയാലും ആ ഖബർ കീറിപ്പൊളിക്കും എന്ന് പറഞ്ഞു ആഹ്വാനം ഇറക്കി. അതുകൊണ്ട് തന്നെ അലി ന്റെ വീട്ടിൽ നിന്ന് 4 മയ്യത്ത് കട്ടിലാണ് ഒരേ സമയം പുറത്തേക്ക് കൊണ്ടുപോയത്. അതിൽ ഒന്ന് ആണ് ഒറിജിനൽ, മറ്റേതു മുആവിയയെയും സംഘങ്ങളെയും കബളിപ്പിക്കാനായിരുന്നു. എന്നാൽ ഖബർ അടക്കിയ ആളുകൾക്കു പോലും ഏതിൽ ആയിരുന്നു ആ പവിത്രമാക്കപ്പെട്ട ശരീരം എന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആർക്കും എവിടെയാണ് എന്ന് അറിയാത്തത്. പിൽക്കാലത്ത് ഹുസൈൻ കാർബലയിലേക്ക് പോകുന്നതിനു മുന്നേ നജ്ഫ് സന്ദർശിച്ചത് കൊണ്ടാണ് ഷിയാക്കൾ അലി ന്റെ ഖബർ നജഫിലാണ് എന്ന് പറയുന്നത്. എന്നാൽ ഇന്നും അതിനു വ്യക്തമായ ഒരു വസ്തുത ഇല്ല. അല്ലാഹുവിന്റെ റസൂൽ തന്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ അലിയാര് തങ്ങളുടെ ഖബറിനെ പോലും വെറുതെ വിടാൻ തയ്യാറാകാതെ ഇരുന്ന മുആവിയ ഇന്നും പലർക്കും മഹാനാണ്. ഖുറാനേക്കാൾ മുആവിയ പടച്ചുണ്ടാക്കി വിട്ട കള്ള കഥകൾ പാടി ഉണ്ടാക്കിയ ചില പണ്ഡിതർ പടച്ചുണ്ടാക്കിയ കാര്യങ്ങളാണ് ഇന്ന് ഇസ്ലാമിന് ആയി പലരും വിമർശിക്കപ്പെടുന്ന പുരുഷ മേധാവിത്വ മതം പോലും ഖുറാൻ നോക്കിയാൽ അത് കാണാൻ കഴിയില്ല. അതുകൊണ്ട് സത്യം പഠിക്കരുത്, ചരിത്രം നോക്കരുത് എന്ന് പറയുന്ന ആളുകളോട് പറയുക ദൈവം പറഞ്ഞത് വായിക്കുക എന്നാണ് ആദ്യ വചനത്തിൽ. അതായത് നിങ്ങൾ പഠിക്കുക, നിങ്ങളുടെ ബുദ്ധി ഒന്നിന് മുന്നിലും പണയം വൈകാതെ ഇരിക്കുക.